മുഖ്യമന്ത്രിയുടെ മകൻ വി.എ. അരുൺകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. എല്ലാം അറിയാവുന്ന മുഖ്യമന്ത്രി കേസ് ലോകായുക്തയ്ക്ക് വിട്ടത് അന്വേഷണം അട്ടിമറിക്കാനാണ്. 2 രൂപ അരി പദ്ധതി നടപ്പാകാത്തത് സർക്കാർ ഉത്തരവിലെ അപാകത കൊണ്ടാണെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മകൻ അരുൺകുമാർ ജോലി ചെയ്യുന്ന IHRD സൊസൈറ്റി എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ IHRD ഉദ്യോഗസ്ഥനെ പൊതുപ്രവർത്തകനെന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ ലോകായുക്തയുടെ ചട്ടം അനുവദിക്കുന്നില്ല. നോട്ടീസ് ലഭിച്ച ശേഷം ലോകായുക്തയിൽ നേരിട്ട് ഹാജരാകണമോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് റഫർ ചെയ്തിട്ട് രണ്ടാമത്തെ ശ്രമമാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഞാൻ ഈ കാര്യം ലോകായുക്തയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. മാർച്ച് 1 മുതൽ 2 രൂപയ്ക്ക് അരി വിതരണം ചെയ്യുമെന്ന് ഉത്തരവിറക്കിയ സർക്കാർ അതിനായി തുക എങ്ങനെ കണ്ടെത്തുമെന്നോ എത്ര കിലോ അരി നൽകുമെന്നോ വ്യക്തമാക്കിയിരുന്നില്ലെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. ഹൈക്കോടതി അനുകൂലമായി വിധി വന്നിട്ട് അത് വലിയ വിജയമായിട്ട് ആഘോഷിച്ചിട്ട് UDFനെ പ്രതിക്കൂട്ടി ആക്കിക്കൊണ്ട പ്രസ്താവനകൾ മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിമാരും എല്ലാം ഇറക്കിയിട്ട് ഈ 9 ദിവസം ആർക്കരി കൊടുത്തു? UDFന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ കാവ്യ മാധവൻ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിച്ചതിന് CPM മാപ്പ് പറയണം. എൻഡോസൾഫാൻ ഇന്ത്യയിൽ നിരോധിക്കണമെന്നും രാജ്യാന്തര തലത്തിൽ നിരോധനം കൊണ്ടുവരുവാൻ സാഹചര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതായും ഉമ്മൻചാണ്ടി അറിയിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.